ഡോക്ടർ, അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഈ അടിക്കടി ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഒരു തവണ ന്യൂമോണിയ വന്നു പോയാൽ പിന്നീടും പെട്ടെന്ന് ന്യൂമോണിയ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി കുറവിന്റെ ഭാഗമായി വരുന്നതാണോ? വീണ്ടും വീണ്ടും ന്യൂമോണിയ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. സാധാരണ ഒരു കുട്ടിക്ക് ഇപ്പോൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, വൈറസ് കൊണ്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ ഇടയിൽ ഏറ്റവും കോമൺ ആയിട്ട് ആസ്മ അല്ലെ അലർജി ഉള്ള കുട്ടികൾക്കാണ് വീണ്ടും ന്യൂമോണിയ ഉണ്ടാകാനുള്ളൊരു സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള കുട്ടികൾക്ക് വീണ്ടും ന്യൂമോണിയ ഉണ്ടാകാം. മാത്രമല്ല ജന്മനാ തന്നെ പ്രതിരോധ ശക്തി കുറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ അളവുകളൊക്കെ കുറഞ്ഞ കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീണ്ടും വർഷത്തിലൊരു 2 ന്യൂമോണിയ വരെയാണെങ്കിൽ ജനറലി നമ്മൾ അവരെ വീണ്ടും വീണ്ടും ന്യൂമോണിയ ഉണ്ടാകുന്ന കുട്ടികളായിട്ടാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അലർജിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്കുണ്ടെങ്കിൽ അത് നൽകുക. അതോടൊപ്പം അതിന് മറ്റ് കാരണങ്ങൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ സിവിയർ അതായത് പോഷകാഹാരക്കുറവോ ഗുരുതരമായ പോഷകാഹാരക്കുറവോ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്.